നമ്മളങ്ങനെ ഈ ഒരു മോണോ റെയിൽ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ കയറി ഇപ്പം ഗേറ്റ് ബിയിലോട്ട് പോവാം. നമ്മൾ ആക്ച്വലി ഫസ്റ്റ് ടൈം അതിലത്തെ കയറുന്നത് അല്ലേ? ഇതിനു മുമ്പ് നമ്മൾ അങ്ങനെ കയറിയിട്ടില്ല ഉണ്ടോ? നമ്മൾ ട്രാൻസിറ്റിൽ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ബി ഗേറ്റിലോട്ട് നമ്മളിങ്ങനെ പോകുന്നത് ഈ ട്രെയിനിൽ. ദുബൈയിലും മലേഷ്യയിലും ഒക്കെ ഉള്ള പോലെ തന്നെ ജദ്ദയിലും ഉണ്ട് ഇങ്ങനെ തന്നെ. ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഗേറ്റിന് അങ്ങോട്ട് പോവുക, അവിടെ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്യുക, അതാണ് അടുത്ത പരിപാടി. അപ്പോൾ നമ്മുടെ ഈ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി, ഇതാണ് ട്രെയിൻ. നമ്മളിപ്പോൾ അവിടെ നിന്ന് നേരെ താഴോട്ട് പോകുന്നു. B6. കുറേ ദൂരം ട്രെയിൻ ഓടി വേറൊരു സ്ഥലത്തെത്തി. ഇവിടെ അത്യാവശ്യം ക്രൗഡുണ്ട്. നമ്മൾ വന്നിറങ്ങിയെടുത്ത് ഒട്ടും ക്രൗഡില്ലായിരുന്നു. ഇവിടെ അത്യാവശ്യം ക്രൗഡുണ്ട്. മാർട്ടിനും മസറാട്ടിയും ഒക്കെ കിടക്കുന്നുണ്ടോ? വാവ്, മസറാട്ടി അടിപൊളി. ഇതുവഴി വന്നിട്ടുണ്ട്. ലൂയി വിറ്റൻ്റെ ഈ ഒരു ഷോപ്പ് കണ്ടിട്ടുള്ളോ? അതുപോലെ ഈ പാവയുടെ മുന്നിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ട്രാവൽ ചെയ്തപ്പോൾ ഇതുവഴിയാണ് വന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തതല്ലേ. ഇതൊക്കെ നമ്മൾ കണ്ട ഈ ഷോറൂം ലൂയി വിറ്റൻ. ഇവിടെ നമുക്ക് നല്ല ക്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാ ഒരു സാധാരണ എല്ലാ പ്രാവശ്യവും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് യുദ്ധത്തിനൊക്കെ മുമ്പ് ആ ഒരു ക്രൗഡ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഷോപ്പുകളൊക്കെ കാലി അടിച്ച് കിടക്കുക. പറഞ്ഞിട്ടൊരു ബ്രാൻഡാ, ഒരു മനുഷ്യക്കുഞ്ഞില്ല കണ്ടോ? ബെർബറിൽ ആരുമില്ല. ഇതുണ്ട് സെഗ്ന എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്, അവിടെ ആരുമില്ല. ഇവിടെ ഒന്നും ആരുമില്ല, കസ്റ്റമേഴ്സ് ഇല്ല. എല്ലാവരും വെളിയിലിറങ്ങി നിൽപ്പുണ്ട്. എല്ലാ ഹൈ ബ്രാൻഡുകളാണ്. ഫെൻഡി, ബുൾഗാരി. നീണ്ടു കിടക്കുവാണ്. നമ്മൾ കേൾക്കുന്ന ഭാഷ ഏതാണ്? ചൈനീസാണ്. അപ്പോൾ അത്രയ്ക്കും ചൈനീസ് ട്രാവലേഴ്സ് ഇതുവഴി പാസ് ചെയ്യുന്നുണ്ട്. ചൈനീസ് ഭാഷയിൽ ശരിക്കും ഞാൻ അനൗൺസ്മെൻറ്റ് നടക്കുന്നു. ഇത് റിയാദ് എയർപോർട്ടിനേക്കാളിലൊക്കെ ഭയങ്കര വലുതുമാണ്, ഭയങ്കര അടിപൊളിയാണ്. സ്റ്റാർബക്സ്. എനിക്ക് തോന്നുന്നു ചൈനീസ് പറയാൻ കാര്യം ബെയ്ജിങ്ങിലോട്ടുള്ളൊരു ഫ്ലൈറ്റ് ഉണ്ട് ഇവിടെ. ചൈനീസ് പോകുന്നുണ്ട് ഇവിടെ, അതുകൊണ്ടായിരിക്കും ചൈനീസിൽ അവരത് അനൗൺസ് ചെയ്തത്. ഇതിനെ കയറി വന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഇപ്പോൾ ഒരു 10-15 മിനിറ്റായിട്ട് നടക്കുക B6 നമ്മൾ നമ്മുടെ B6 ഗേറ്റിലെത്തി. സൂറിക്.
അങ്ങനെ അവസാനം B6 ലോഞ്ചിൽ, അതായത് ഗേറ്റിൻ്റെ മുന്നിൽ വന്ന് ഇരിപ്പായി. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലൈറ്റിലോട്ട് കയറാം. സൂറിക് സ്വിറ്റ്സർലൻഡിലോട്ടാണ് പോകുന്നത്. ഇതിനകത്ത് വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം ഇന്ത്യൻസാണ്. അതായത് 80% ഇന്ത്യൻസും കുറച്ച് എണ്ണിയ പെറുക്കിയ യൂറോപ്യൻസും ഉണ്ട് ഇതിനകത്ത്. നമ്മുടെ മോദിജി പറഞ്ഞ പോലെ അധികം യാത്രകൾ പാടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഗ്രൂപ്പായിട്ട് ആൾക്കാർ സ്വിറ്റ്സർലൻഡിലോട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഗേറ്റ് ഇത് വന്ന് ബോർഡിങ്ങിൻ്റെ ചെക്ക് ചെയ്യുന്ന സമയത്ത് 10-20 പാസ്പോർട്ട്, ഇന്ത്യൻ പാസ്പോർട്ട് അവർ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് സിറ്റുവേഷൻ. ഇപ്പോൾ ഇന്ത്യയിൽ ആൾക്കാരിൽ ഇഷ്ടം പോലെ കാശുണ്ട്. നമ്മളിപ്പോൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോകുന്നു. ഓൺ ടൈമാണ് ഫ്ലൈറ്റ് അല്ലേ? ഓൺ ടൈം അല്ലേ? നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഖത്തറിലോട്ട് വന്ന ഫ്ലൈറ്റിൻ്റെ അതേ സെയിം ഫ്ലൈറ്റാണ് A350. അടിപൊളി ഫ്ലൈറ്റാണിത്. അത്യാവശ്യം പുതിയ ഫ്ലൈറ്റാണെന്ന് തോന്നുന്നു. ഈ ഫ്ലൈറ്റിൽ തന്നെ നമ്മൾ മുമ്പേ വന്നത് A350. ഇതിൻ്റെ നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വൈഫൈ ഫ്രീ ഉണ്ട് ഇതിൽ. ഇതിൻ്റെ മെമ്പറാണെന്നുണ്ടെങ്കിൽ ഫുൾ നമ്മുടെ ട്രാവലിംഗ് ടൈം മൊത്തം വൈഫൈ ഉണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ 1 hour എന്തേ ഉള്ളൂ. 1 hour ആണെങ്കിലും നമുക്ക് അത്യാവശ്യം അത് നൈസാണ്. ഒരു 7 hour ഫ്ലൈ ആണ്. ഇപ്പം മിക്കവാറും സീറ്റുകളൊക്കെ കാലിയാണ്. ഇവിടെയൊക്കെ കണ്ടോ, ഇത് കാലിയാണ്, ഈ ഫ്രണ്ടിൽ കാലിയാണ്, ഈ ഫ്രണ്ടിൽ കാലിയാണ്, അതിനപ്പുറേ കാലിയാണ്, ഇവിടെ കാലിയാണ്. ഇതിൻ്റെ ബാക്കിലൊക്കെ ഒത്തിരി സീറ്റുകൾ കാലിയുണ്ട്. നമ്മുടെ ഈ സീറ്റും കാലിയുണ്ട് ഇവിടെ. അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ഇരിക്കാം. അങ്ങനെ ഓൺ ടൈമിൽ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുകയാണ്. മൂവ് ചെയ്തു. ഇപ്പോൾ റൺവേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പം 6 hour and 10 minutes ആണ് നമ്മുടെ ഫ്ലൈയിങ് ടൈം. 6 hour 10 minutes. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 9 മണിയാകുമ്പോഴത്തേക്കും ലാൻഡിങ് ആണെന്നാണ് കണക്ക്. 9:30 മണിയാകുമ്പോൾ സൗദി ടൈം രാവിലെ. അപ്പോൾ ഗൈസ്, നമുക്ക് സൂറിക് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ചെന്നതിന് ശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ. നമ്മളിപ്പോൾ ആകാശത്ത് നിന്ന് കാണുന്നതെല്ലാം സ്വിസിൻ്റെ ആൽപ്സ് പർവ്വതനിരകളാണ്. ഐസ് മൂടി പൊതിഞ്ഞ് കിടക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആകാശത്തിൽ നിന്ന് ഫ്ലൈറ്റിൽ നിന്ന് കാണുന്ന അത്ര ഭംഗിയുള്ളൊരു കാഴ്ചയാണിത്. Prepare for landing. ഭയങ്കര സൂര്യപ്രകാശമാണ് സ്വിറ്റ്സർലൻഡിൻ്റെ ആകാശത്ത്. ഇപ്പോൾ യൂറോപ്പിലിപ്പോൾ സമ്മർ തുടങ്ങിയത് കൊണ്ട് നല്ല ചൂടായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ചെല്ലുമ്പോൾ അറിയാം.
ലാൻഡഡ്. വളരെ സ്മൂത്ത് ലാൻഡിങ് ആയിരുന്നു, അടിപൊളി ലാൻഡിങ്. ശരിയാണ്, ഞാൻ സൂറിക് എയർപോർട്ടിൽ ആദ്യമായിട്ടാണ് ലാൻഡ് ചെയ്യുന്നത്. പലതവണ നമ്മൾ ഇവിടെ സൂറിക്കിലും സ്വിറ്റ്സർലാൻഡിലും വന്നിട്ടുണ്ടെങ്കിലും ഞാൻ സ്ട്രെയിറ്റ് സൂറിക്കിൽ വന്ന് ലാൻഡ് ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ്. Remember that smoking is not permitted until you are within the designated smoking area. Thank you for choosing to fly with Qatar Airways and the One World Alliance. It has been a pleasure taking care of you today. Qatar Airways going places together. Ladies and gentlemen, in order to ensure your smooth disembarkation process, we ask and remain seated until the row ahead of you has vacated. Thank you. Good morning. അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡായി, എല്ലാവരും ലഗേജൊക്കെ എടുത്ത് ഇറങ്ങാൻ തുടങ്ങി. നമ്മളും അങ്ങനെ ഇറങ്ങാൻ പോവുകയാണ്. ഇനിയും നേരെ പോയിട്ട് ഇമിഗ്രേഷൻ കഴിയണം. താങ്ക് യു. നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നേരെ ഇമിഗ്രേഷൻ അങ്ങോട്ട് പോവാണ്. ഇനി ഇവിടെ എങ്ങനെയാണ് ഇമിഗ്രേഷൻ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇറ്റലി വന്നപ്പോഴത്തേക്കും ഒരു 2 മണിക്കൂറൊക്കെ ഇമിഗ്രേഷൻ കൗണ്ടറിൻ്റെ അവിടെ നിന്നായിരുന്നു. ഭയങ്കര ഡിലേ ആയിപ്പോയായിരുന്നു. ഇപ്രാവശ്യം എങ്ങനെയാണെന്നുള്ള അറിയില്ല. സൂറിക് എയർപോർട്ടിലാണ് നമ്മളിപ്പോൾ. സൂറിക് എയർപോർട്ടിൽ ലാൻഡായിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റായി. ഔട്ട്സൈഡ് ടെമ്പറേച്ചർ 7 ഡിഗ്രി ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ റിയാദിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ലാൻഡ് ആകുമ്പോഴുണ്ടാകുന്ന ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് ശരിക്കും പെട്ടെന്ന് അറിയാം. നല്ല തണുപ്പുണ്ട്. സൂറിക് എയർപോർട്ട് ഭയങ്കര വലിയൊരു എയർപോർട്ടാണ്, അടിപൊളി ഒരു എയർപോർട്ടാണ്. ക്യൂ ആണല്ലോ ഇവിടെ. പ്രതീക്ഷിച്ചമാതിരി തന്നെ ഭയങ്കര ക്യൂവിലാണ്. ട്രെയിന് വേണ്ടി നിൽക്കുമെന്ന് തോന്നുന്നു. ട്രെയിൻ വന്നത് ഫുള്ളായിട്ട് അതങ്ങ് പോയി. ഇപ്പം നമ്മൾ പിന്നെ അടുത്ത ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഈ സമയങ്ങളിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. യൂറോപ്പിൽ ഇതുപോലത്തെ പ്ലേസുകളിൽ വരുമ്പോൾ എവിടെയാണെങ്കിലും തള്ളും ബഹളമൊക്കെ ഉണ്ടെങ്കിൽ വെരി കെയർഫുള്ളായിരിക്കണം. പോക്കറ്റടിയൊക്കെ ഇവിടെ നടക്കും. അപ്പോൾ യൂറോപ്പാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളങ്ങനെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. ആ ട്രെയിനിൽ അത്യാവശ്യം ഈ വന്ന ആൾക്കാരെല്ലാം ട്രെയിനിൽ വന്ന് കയറിയിട്ട് ഇറങ്ങിയവരാണ്. നല്ല തിരക്കുണ്ടായിരുന്നു ആ ട്രെയിനിൽ. നമ്മളെ സംഭവം എന്താ പറയുക, ഇവിടുത്തെ കുറേ ടൂറിസ്റ്റിൻ്റെ ആ ഒരു ഡെസ്റ്റിനേഷനൊക്കെ ഒന്നിങ്ങനെ കാണിച്ചു പോകുന്ന ഒരിതുണ്ട്. നല്ല രസമുണ്ട് കാണുന്നത്. ട്രെയിനിൽ തന്നെ റെയിൻഫോൾസാണ് അവർ കാണിച്ചത്. വെൽക്കം ടു സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊരു ട്രാൻസിറ്റ് ട്രെയിനാണ്, അല്ലാതെ ടൂറിസ്റ്റ് പോകുന്ന ട്രെയിനല്ല. എങ്കിൽ കൂടി അവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി ഇതൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഒരു ഓൾഡ് ലുക്കാണ് ഇവിടെ കണ്ടത് അല്ലേ. നമ്മളങ്ങനെ ഇമിഗ്രേഷൻ ക്ലിയറായി. എന്നിട്ട് നമ്മൾ നേരെ ബാഗേജ് എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ റെൻ്റ് കാർ കിട്ടുക 12 മണിക്കാണ്. അപ്പോൾ നമ്മൾ ഈ സൂറിക് എയർപോർട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും നടക്കേണ്ടി വരും ഒരു 3 മണിക്കൂർ അല്ലേ. നോക്കാം, 11 മണിക്ക് പോയി നിൽക്കാം. ആ സമയത്ത് തന്നെ അല്ലേ. നമ്മൾ റിട്ടേൺ വരുന്നത് നമ്മുടെ ഫ്ലൈറ്റ് 4 മണിക്കാണ്. അപ്പോൾ നമുക്ക് ഒരു 12 മണിക്ക് വണ്ടി റിട്ടേൺ കൊടുക്കണമെങ്കിൽ നമ്മൾ 12 മണിക്ക് റിട്ടേൺ ഇവിടുന്ന് ഇപ്പോൾ എടുക്കണം. അതുകൊണ്ടാണ് 12 മണിക്ക് എടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ സമയം 9:30 മണി ആയിട്ടുള്ളൂ. നമ്മൾ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം നമ്മൾ പെട്ടി എടുക്കാൻ വേണ്ടി വന്നു. ഏത് നമ്പരാ? 29 ഇത് 29 ബെൽറ്റ്. ഇത് ബെൽറ്റ് കിടക്കുന്നതാണ്ടോ സൂറിക് എയർപോർട്ടിൽ. അവിടെ മുതൽ
അങ്ങനെ ഇങ്ങേ അറ്റം വരെ കിടക്കുകയാണ്. നമ്മൾ 29 നമ്പറിലാണ് വരുന്നത്, ഖത്തർ എയർവൈസ്. അതുപോലെ തന്നെ ഈ സാധാരണ എയർപോർട്ടിലൊക്കെ നമ്മളിപ്പം ഈ ട്രോളി എടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് എടുക്കാം. പക്ഷേ ഇവിടെ €2 എന്തോ കൊടുക്കണം, എന്നാൽ മാത്രമേ എടുക്കാൻ പറ്റൂ. ഫ്രീ അല്ല എന്നർത്ഥം. എനിക്ക് തോന്നുന്നത് ഇറ്റലിയിലൊക്കെ അങ്ങനെയാണ്. ഇവിടെ ഇപ്പോൾ എങ്ങനെയാണെന്ന് പോയി നോക്കട്ടെ. അപ്പോൾ ഇവിടെ ക്യാഷ് ഒന്നും കൊടുക്കണ്ട സൂറിക്കിൽ. അതായത് ദോഹ, ഖത്തർ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ടോ, അവിടെ നിന്ന് അവർ കയറ്റി വിടുന്നത് എത്ര സ്റ്റൈലായിട്ടും എത്ര ഒരു വളരെ ഡിസിപ്ലിനായിട്ടല്ലേ. അതൊക്കെ നമുക്ക് ഇവരുടെ സ്റ്റാൻഡേർഡ് മനസ്സിലാവും സ്വിറ്റ്സർലൻഡിൻ്റെ. ചുമ്മാ വലിച്ചു വാരിയൊന്നും ഇടുകയല്ല, കറക്റ്റായിട്ട് അടുക്കി കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് ഓരോ ബാഗും നോക്കി, ഓരോ ബാഗ് ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും എയർപോർട്ടിൽ ചെന്ന് ഞാൻ കാണാൻ പറ്റുമോ? വലിച്ചെറിഞ്ഞൊക്കെ അല്ലേ തരുന്നത്. ഇത് നോക്കി എത്ര അടുക്കി പെറുക്കിയാണ് അവർ എടുക്കുന്നത്. ഒരു ബാഗല്ല, എല്ലാ ബാഗും. നമ്മുടെ ആ പച്ച ബാഗാണ്. അതിൻ്റെ അപ്പുറം ഒരു ബ്രൗൺ, അത് നമ്മുടെയാ. ഇതാ ഇത് കണ്ടോ, എല്ലാം എന്താ ഇങ്ങനെ, അതായത് എടുത്തോണ്ട് പോകാൻ പറ്റുന്ന രീതിയിൽ അവർ വെച്ച് തരുക. അവർ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇവരുടെ ഓരോ കാര്യങ്ങൾക്കും അങ്ങനത്തെ സ്റ്റാൻഡേർഡൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് സ്വിറ്റ്സർലൻഡും ജർമ്മനിയും ഒക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊന്ന് അഞ്ജുവിനെ പിക്ക് ചെയ്തത്. അഞ്ജു വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ബൈ റോഡിൽ റാവൻസ്ബർഗിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് പിക്ക് ചെയ്തായിരുന്നു. നമ്മൾ ഈ മക്ഡൊണാൾഡ്സിൽ വന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം സൂറിക് എയർപോർട്ടിൽ. ഇവിടെ നിന്നാണ് അഞ്ചുമൊക്കെ കാപ്പിയൊക്കെ മേടിച്ച്. നമ്മളങ്ങനെ വെളിയിലിറങ്ങി ഇനിയിപ്പം റെൻ്റ് കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു കോഫിയൊക്കെ കുടിക്കാമെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ഫുഡ് കോർട്ടിൽ വന്നിരിക്കുകയാണ്, മക്ഡൊണാൾഡ്സിൻ്റെ അവിടെ. അപ്പോൾ ചക്കു അങ്ങോട്ട് പോയിട്ടുണ്ട് ഓർഡർ ചെയ്യാൻ. അങ്ങനെ ഒരു 2-3 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് വേണം വണ്ടി എടുത്തിട്ട് നമുക്ക് ജർമ്മനിയിലോട്ട് ഡ്രൈവ് ചെയ്യാൻ. നമ്മളിപ്പോൾ ഉള്ള സൂറിക് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ടെർമിനകത്താണ്. നമ്മൾ റെൻ്റ് കാർ തപ്പിപ്പോവാണ്. ഇതാന്ന് തോന്നുന്നു ഈ ഭാഗം. ബഡ്ജറ്റ് എടുത്തിട്ടുണ്ട്, യൂറോപ്പക്കാർ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എടുത്ത 6th ആണ്. അതുപോലെ എൻ്റർപ്രൈസ് എടുത്തിട്ടുണ്ട് ഒരിക്കൽ. പിന്നെ പോസ്റ്റായിട്ട് കുറേ നേരമായിട്ട് നിൽക്കുക. വണ്ടി എടുക്കാൻ വേണ്ടി പാർക്കിങ്ങിലോട്ട് വന്നു. നമ്മുടെ വണ്ടി എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഹോണ്ടയുടെ ഒരു വണ്ടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവന്മാർ സ്വിറ്റ്സർലൻഡിൽ നമ്മൾ ആദ്യമായിട്ടാണ് എടുക്കുന്ന വണ്ടി. ഇറ്റലിയിൽ നിന്നാണ് മോസ്റ്റ്ലി എപ്പോഴും എടുത്തോണ്ടില്ല, ജർമ്മനിയിൽ നിന്ന്. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഫസ്റ്റ് ടൈം എടുക്കുമ്പോൾ അവന്മാർ ഭയങ്കരമായിട്ട് നമ്മളോട് ഫോഴ്സ് ചെയ്യും, ഇൻഷുറൻസ് എടുക്കുക, അതെടുക്കുക, ഇതെടുക്കുക എന്ന് പറഞ്ഞാൽ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ കട്ട് ചെയ്യും, മറ്റേ ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളിട്ടങ്ങ് വിരട്ടി കളയും. അതായത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്കിപ്പം €700 ആണ് ഒരു 15 ദിവസത്തെ എന്താ പറയുക റെൻ്റെങ്കിൽ. €600 വരും ഇൻഷുറൻസ്. അതായത് തലവെട്ട്. ഓസ്ഫാൾട്ട്. അങ്ങനെ കാറെല്ലാം ഫുള്ളി ചെക്ക് ചെയ്തിട്ട് നമ്മളിപ്പം പാർക്കിങ്ങിൽ നിന്ന് നേരെ ഫ്ലൈ ഓവറിൽ വന്ന് വെളിയിലോട്ടുള്ള എക്സിറ്റ് ഫ്ലൈ ഓവറിൽ നമ്മളങ്ങനെ ഇറങ്ങുവാണ് എയർപോർട്ടിൽ നിന്ന് വെളിയിലോട്ട്. അങ്ങനെ നമ്മളിപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി സൂറിക് സിറ്റിയിലോട്ട് പോകുന്നു. വണ്ടി എങ്ങനെയുണ്ട്? പുറകിലൊക്കെ ഭയങ്കര കംഫർട്ടബിൾ അല്ലേ? സമയത്തല്ലേ EV ആയിട്ട് പോകുന്നത്. RPM നല്ലോണം കൂടിയാലേ. നമ്മൾ എടുത്തിരിക്കുന്ന വണ്ടി ഹൈ വോൾട്ടേജ് EV വണ്ടിയാണെന്നാണ് ചക്കു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ എക്സിറ്റിൽ കൂടെ കുറേ ഓടിയിട്ടുണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും. അമ്മയ്ക്ക് ഓടിക്കുക ഇപ്രാവശ്യം സുഖമായിട്ട്. നമ്മൾ സൂറിക് നഗരത്തിലാണ് ഇപ്പോൾ ഉള്ളത്.
ഓ ഇവിടെ ചവിട്ടാം, വേണ്ട. 150 meters, join the motorway. ഇത് നമ്മൾ സ്ഥിരം വരുന്ന ആ ഒരു ടണലാണ്. Join the motorway. ഓ എത്ര പ്ലേസിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകല്ലേ. ഇവിടെ 100 രൂപ. അതെ, നമ്മൾ അങ്ങനെ റാവൻസ്ബർഗിലോട്ട് പോകുന്നു. സൂറിക് എയർപോർട്ടിൽ നിന്ന് സിറ്റി എല്ലാം വിട്ടിട്ട് ഹൈവേയിലാണിപ്പോൾ. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല സൂര്യപ്രകാശമൊക്കെ ഉള്ള കാലാവസ്ഥയാണ്. ഇവിടെ 120 നമുക്ക് 120 പോവാം അല്ലേ. നോർമലി ഇവിടുന്ന് എത്ര മണിക്കൂറാടാ നമ്മൾ ഡ്രൈവ് ചെയ്താൽ? 2 മണിക്കൂർ എത്തുമോ? 2.5 മണിക്കൂർ. നമുക്ക് കാണിക്കുന്നോ? 3 മണിക്കൂർ കാണിക്കുന്നത്. നമ്മൾ സ്വിസ് ഹൈവേ കൂടെയാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. സ്വിറ്റ്സർലൻഡിൽ കൂടെ ഡ്രൈവ് ചെയ്യുന്നതിന് നമുക്ക് ടോളുണ്ട്. ഒരു വർഷത്തേക്ക് 60 യൂറോ. ആ സ്റ്റിക്കർ നമ്മൾ മേടിച്ചൊട്ടിക്കണം. ഇപ്രാവശ്യം നമ്മൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുന്നതുകൊണ്ട് റെൻ്റക്കാർ തന്നെ ആ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ളതിനാൽ 60 യൂറോ ചിലവാക്കണ്ട. അങ്ങനെ ഒരു ഗുണമുണ്ട്. നല്ല വെതറാണ് സ്വിറ്റ്സർലൻഡിലെ. കാണരുത് എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന്. സ്വിറ്റ്സർലൻഡ്. നമ്മൾ വേറെ ഒരു ടണലിൽ കയറി. നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് സ്വിസ് ട്രെയിൻ പോയതാ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുവഴി വന്നപ്പോഴും ഇതുപോലെ സ്വിസ് ട്രെയിൻ പോയിട്ടുണ്ട്. റോഡിനോട് തന്നെ പാരലായിട്ട് റൈറ്റ് സൈഡിൽ റെയിൽവേ പാളമാണ്. ഹേ ഗൈസ്, നമ്മളങ്ങനെ സ്വിറ്റ്സർലൻഡ് ബോർഡർ ക്രോസ് ചെയ്തു. കുറച്ചു മുമ്പേ കണ്ടത് സ്വിറ്റ്സർലൻഡ് ബോർഡർ ആയിരുന്നു. അത് ക്രോസ് ചെയ്ത് നമ്മളിപ്പോൾ ജർമ്മനി ഡോയ്ച്ച്ലാൻഡിൽ കാല് കുത്തിയിരിക്കുകയാണ്. ഇനിയും 1 മണിക്കൂറത്തെ ഡ്രൈവ് നമ്മളുടെ റാവൻസ്ബർഗ് എന്ന സ്ഥലത്തോട്ട് എത്താൻ. ഇവിടെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടിയും വളരെ ഒബീഡിയൻ്റ് ആയിട്ടും വേണം വണ്ടി ഓടിക്കാൻ. After 1 kilometer, take the second exit at the roundabout. ഓക്കെ, അടുത്ത ടണൽ വരുന്നു. അങ്ങനെ നമ്മുടെ യാത്ര തുടരുന്നു. നമ്മളിപ്പോൾ ജർമ്മനിയിലെ ഓട്ടോബാൻ ഹൈവേയിലാണ്. സ്പീഡ് ലിമിറ്റ് ഇല്ലാത്ത റോഡാണ്. നമുക്ക് എത്ര സ്പീഡിൽ വേണമെങ്കിലും പോകാം. എന്ന് വെച്ച് അടിച്ചു വിട്ടു പോയി വിഷയം ഉണ്ടാക്കരുത്. കൺട്രോളിലായിരിക്കണം എന്ന് മാത്രം. നമ്മളിപ്പോൾ പോകുന്നത് അതുകൊണ്ട് 130 കിലോമീറ്റർ സ്പീഡിലാണ് ഓട്ടോബാൻ ഹൈവേ
ഗൈസ് നിങ്ങൾക്ക് കാണാൻ ദൂരെ ആൽപ്സ്, മഞ്ഞ് മൂടി കിടക്കുന്ന ആൽപ്സ് കാണാം. റൈറ്റ് സൈഡിൽ ബോളൻസി ആണ്. അതിമനോഹരമായ ഒരു ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലത്തൂടെ നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ബോർഡിൽ എഴുതിയിരിക്കുന്നത് ലിൻഡാവു. നമ്മൾ ഏത് റൂട്ടാണ് പോകുന്നത്? ജർമ്മനിയിലെ ഒരു ഗ്രാമപ്രദേശത്ത് വന്നു. ഒരു കഫേ കണ്ടപ്പോൾ കോഫി ഷോപ്പിലൊന്ന് കയറിയിട്ട് കോഫി കുടിക്കാമെന്ന് വിചാരിച്ചാണ്. അടവാണോ? ഞങ്ങൾ ഓൺ ദ വേ ഇങ്ങനെ വരുമ്പോൾ റാവൻസ്ബർഗിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഹോഫ് കഫേ കണ്ടു. പക്ഷേ അടവാ, ആരുമില്ല. അപ്പോൾ ഇനിയിപ്പം തിരിച്ചു പോകാം. നമ്മൾ വരുന്ന വഴി ഒരു റോഡ് ബ്ലോക്കായിട്ട് ഇങ്ങനെ അറിയാത്ത ഏതോ റോഡിൽ കൂടെ കയറി വരുമോ. സത്യം പറഞ്ഞാൽ ഈ റോഡിൽ കൂടെ വരേണ്ട ഒരാവശ്യമില്ല. പക്ഷേ ഗ്രാമത്തിനുള്ളിൽ വന്ന് പെട്ടു. ജർമ്മൻ ഗ്രാമത്തിൽ കിടക്കുന്ന കിടപ്പുണ്ടോ ഗ്രാമം? ഇവിടെ അല്ലേ? ഓക്കെ. സേലം എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട് ഇവിടെ ജർമ്മനിയിൽ. നമ്മുടെ നാട്ടിലെ സേലമല്ല, ജർമ്മൻ സേലം. നമ്മളിപ്പോൾ വണ്ടി ഓടിച്ച് പോകുന്നത് അതുവഴിയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സേലം എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ ഇപ്പം കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വിടുവാണ് അടുത്ത ഡെസ്റ്റിനേഷൻ. ഇവിടെ ഒക്കെ ഇപ്പം 100 കിലോമീറ്റർ സ്പീഡിൽ പോകാം. പക്ഷേ പെട്ടെന്ന് നോക്കുമ്പോൾ 50 കിലോമീറ്റർ, പിന്നെ 30. ഗ്രാമമൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും വളരെ സ്ലോയിലേ പോകാൻ പാടുള്ളൂ. ഈ വേനൽക്കാലമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവർ റോഡ് പണി വളരെ തകൃതിയായിട്ട് ചെയ്യും. അതുകൊണ്ട് മിക്കവാറും എല്ലായിടത്തും റോഡ് പണിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ വണ്ടികളൊക്കെ അങ്ങനെ പല റോഡ് പണികൾക്കും വേണ്ടി പോകുന്നതായിരിക്കും. അതിമനോഹരമായ ഗ്രാമങ്ങൾ. അതൊക്കെ താണ്ടി നമ്മളുടെ യാത്ര റാവൻസ്ബർഗ് ലക്ഷ്യമാക്കി തുടരുന്നു. ഭയങ്കര സൈലന്റ് ഏരിയയാണ് ഇതൊക്കെ. ആരുമില്ല, അനക്കമില്ല, ബഹളമില്ല, ഒന്നുമില്ല. ക്വയറ്റായിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ. കുതിര കണ്ടോ? കുതിര ഓടിക്കളിക്കുന്ന കണ്ടോ? അവർ എൻജോയ് ചെയ്യുക കുതിരകൾ. കഴിഞ്ഞാൽ കുതിര കുട്ടികളാത്. മൈ ഗോഡ്, നല്ല അടിപൊളി പീസുകളെ. ഇവിടെ ജർമ്മനിയിൽ ഡീസലിൻ്റെ വില 1.97 യൂറോ. സൂപ്പർ 10-ന് 1.97 യൂറോ. സൂപ്പർ 9 അല്ല E10-ന് 197. അതുപോലെ സൂപ്പറിന് 2, സൂപ്പർ പ്ലസിന് 2.13 യൂറോ. ദാറ്റ് മീൻസ് നമ്മുടെ ഇന്ത്യൻ മണി വെച്ച് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും 1 ലിറ്ററിന് നിയർ അബൌട്ട് 250 രൂപ. 270 രൂപയാണ് 1 ലിറ്ററിൻ്റെ വില. നമ്മളങ്ങനെ കോഫിയൊക്കെ മേടിച്ചിട്ട് ഒന്ന് ഫ്രഷായി എൻ്റെ വണ്ടിയിലോട്ട് പോവാണ്. ഹേയ് മേറ്റാ, സ്റ്റോപ്പ് വീഡിയോ. പിള്ളേരെ കൊണ്ട് പോകുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൊണ്ടുപോകും? ഇല്ല, ആ സിസ്റ്റം നമ്മുടെ നാട്ടിലില്ല. ഇപ്പോഴും ഇവിടെ സിസ്റ്റം ഉണ്ട് അങ്ങനെയൊക്കെ. ഇതിപ്പോ അവിടെ ഇപ്പൊ സർക്കസ് നടക്കുന്നുണ്ടായിരുന്നു. സർക്കസിന്റെ ആണോ? ആ, ഇത് വന്നതാ ഇവിടെ കൊണ്ടുവരുന്ന ഇങ്ങോട്ട്. ഓ, അത് ശരി. ഞാൻ നോക്കുമ്പോ ഇതെല്ലാം സ്റ്റാച്ചു പോലെ നിൽക്കുക. ഇങ്ങനെ ഇത് ശരിക്കുള്ള ആണോ? ഒട്ടകം തന്നെ ആണോ എന്നല്ലേ? ഇപ്പൊ നമ്മളവിടെ 2 മുഴയുള്ള ഒരു ഒട്ടകത്തെ കണ്ടു.
ശരിക്കും പറഞ്ഞാൽ അന്നേരം എനിക്ക് അത് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു വളവിലായിരുന്നു. അത് കാരണം അവിടെ എന്തോ സർക്കസ് നടക്കുന്നുണ്ടെന്ന്. ഇത് ഏത് രാജ്യത്തുള്ള ഓട്ടോ അത്? മംഗോളിയോ? നമ്മുടെ ലഡാക്കിലുണ്ട്. ലഡാക്കിലുണ്ടാ? ലഡാക്കിലോ കാണുന്ന ടൈപ്പ്. റാവൻസ്ബർഗ് 18 കിലോമീറ്റർ. ഓ അടിപൊളി, സൂപ്പർ, കിളവനാ. ഇത്ര സൈലന്റ് അല്ലേ ഈ വില്ലേജുകളൊക്കെ? എപ്പോഴും ഇങ്ങനെ തന്നെ, പ്രാന്ത് പിടിക്കില്ലേ? ഓ അതെ, ഇരുട്ടും. ഇപ്പം എന്നാ സമ്മറായി. ആ എല്ലാരും പുറത്തുമുണ്ട്. ഒറ്റ ലൈനാണ് അങ്ങോട്ടും ഒരു ലൈൻ ഇങ്ങോട്ടും ഉള്ള. ഇവിടെ 100 കിലോമീറ്റർ സ്പീഡാണ് അവർ തന്നിരിക്കുന്നത്. നമ്മുടെ ഹൈവേയിൽ 6 വരി പാതയിൽ 80 കിലോമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ജർമ്മനിയും നമ്മുടെ നാടും തമ്മിലുള്ള റോഡിൻ്റെ അല്ലല്ലോ ഇവരുടെ വ്യത്യാസം. ആ ഡ്രൈവിംഗ് സിവിക് അല്ലെ, ഡ്രൈവിംഗ് സെൻസിന്റെ വ്യത്യാസം. അതാണ് വ്യത്യാസം. സ്കില്ലും ഉണ്ട് ഡെഫിനറ്റ്ലി. ആ എത്തിക്സ് ഉണ്ടടാ. നാട്ടിലൊക്കെ തിയറി ടെസ്റ്റ് പാസ്സാവാൻ എന്ത് സുഖമാണ്. അങ്ങനല്ല പിന്നെ പഠിപ്പിക്കുന്നോണ്ടേ അത് അനുസരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ MVD അത്രയും ടഫ് ആക്കിയാലോ തിയറി ടെസ്റ്റ്. ഓ ഒന്ന് ആലോചിച്ച് അവന്മാർ MVD കത്തിക്കും. തിയറി ടെസ്റ്റ് മാത്രമല്ല, ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഇവര് ഓടിക്കുന്നത് എങ്ങനെയാന്നുള്ളതൂടെ അതൊക്കെ പോയില്ലെങ്കിലും പോയുണ്ടോ? എന്ത് പോയി? വരും അടുത്തോട്ടാ നമ്മള് പോകുന്നത്. ആപ്പിൾ മരങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അല്ലേ? ആപ്പിൾ തരാൻ സമയമായിട്ടില്ല പൂക്കാൻ. പോലീസ് വണ്ടി പോയി ഇപ്പോൾ അതുവഴി. പണ്ടത്തെ മാതിരിയല്ല, യൂറോപ്പിൽ ഇപ്പം വഴിയിലൊക്കെ ഇട്ട് ചെക്ക് ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധ കൊടുത്ത് പോയില്ലെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ 8ന്റെ പണി തരും അവർ. ഡോക്യുമെന്റേഷൻ എല്ലാം കറക്റ്റ് ആയിരിക്കണം. അങ്ങനെ നമ്മൾ റാവൻസ്ബർഗിനോട് അടുത്തടുത്ത് വരുന്നു. ഇനി ഒരു കൂടിയാൽ ഒരു 15 കിലോമീറ്റർ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് റാവൻസ്ബർഗ് 11 കിലോമീറ്റർ. ഇപ്പൊ ഇവിടെ തിരിയുമ്പോ പതുക്കെ പോണേ. ഈ വേനൽക്കാലത്തായിരിക്കും ഇവര് എന്നാ കൃഷിയെല്ലാം കൂടെ ഒന്ന് റീസെറ്റ് ചെയ്തെല്ലാം പുഷ്ടിപ്പെടുത്തി എടുക്കുന്നല്ലേ? ഇപ്പൊ അതേ തോട്ടങ്ങളെല്ലാം, ആപ്പിൾ തോട്ടങ്ങളെല്ലാം നല്ല ഒന്ന് പച്ച പിടിച്ച് എല്ലാം വന്നൊന്ന് സെറ്റാവും. പിന്നെ ഇവർ ഈ വിഷമൊന്നും അടിക്കത്തില്ലല്ലോ, ഉണ്ടോ? എല്ലാം ഓർഗാനിക് ഫാമിംഗ് ആണ് ഇവിടെ മൊത്തം. പാലൊക്കെ അതുകൊണ്ട് ഇവിടെ 2 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ചീത്തയായി പോകാറുണ്ടല്ലേ? അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഫ്രൂട്ടൊന്നും അധിക ദിവസം ഇരിക്കത്തില്ല, പെട്ടെന്ന് ചീത്തയാകും. കാരണം ദർ ഈസ് നോ കെമിക്കൽ. അത്ര ഫ്രഷാണ്. പിന്നെ സൈക്കിളിനോട് ഇത്ര ഇഷ്ടമുള്ള ആൾക്കാർ യൂറോപ്യന്മാർക്ക്, അവർക്ക് സൈക്കിളാണ് ഏത് വലിയ വണ്ടി ഉണ്ടെങ്കിലും ഓടിച്ചു പോകാൻ ഇഷ്ടം. നമ്മുടെ നാട്ടിലെ പോലെ അല്ല. നമ്മുടെ നാട്ടിൽ ആർക്കും സൈക്കിൾ കാര്യമായിട്ട് ഇഷ്ടമല്ല. ഇവിടെ ബെൻസ് ഉള്ളവനും സൈക്കിളിൽ പോകാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഓ നീ പറയുന്ന ആൽപ്സിൻ്റെ കാര്യം അല്ലേ? ഞാനും വിചാരിച്ചത് എന്ത് ഈ സൈഡിൽ കിട്ടിയിടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്തീ പറയുന്നെന്ന്. ആൽപ്സ് പർവ്വതനിര നമ്മുടെ റൈറ്റ് സൈഡിലുണ്ട്. എനിക്ക് ഒത്തിരി തിരിയാൻ പറ്റത്തില്ല, അതിനെച്ചാൽ ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട്. നമ്മൾ ഈ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വണ്ടി ഓടിക്കുമ്പം, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് ഓടിച്ചില്ല ക്യാമറ അടിക്കും. ഇവിടെ 30 കിലോമീറ്റർ സ്പീഡ്, 50 കിലോമീറ്റർ സ്പീഡൊക്കെയാണ് ഗ്രാമത്തിനുള്ളിൽ. ഗ്രാമം വിട്ട് കഴിഞ്ഞാൽ പിന്നെ 100, 120 അൺലിമിറ്റഡ് ഒക്കെ പറയാം. ഇപ്പം നമുക്ക് ഗ്രാമം വിട്ടു. ഓ എന്താ രസമല്ലേ? ഇതെത്ര അടുത്തല്ലേ ആൽപ്സ് ഉള്ളത്?
പിന്നെന്ത് വിചാരിച്ചു? അപ്പോൾ അതാണ് തണുപ്പ് കൂടുന്നതാ. നിങ്ങളുടെ ഏരിയയിൽ തണുപ്പ് കൂടാൻ കാര്യം ഈ ആൽപ്സ് അടുത്തുള്ളതുകൊണ്ടാണ്. ഗൈസ്, നമ്മൾ ഓൾറെഡി റാവൻസ്ബർഗിലെത്തി. അപ്പോൾ യൂറോപ്പിലെ പുതിയ സ്ഥലങ്ങളും പുതിയ രാജ്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയുള്ള വീഡിയോകളിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.